ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ അബീസ് വെഡ്ഡിങ് വ്ളോഗിൻ്റെ പാർട്ട് 2 ആണ്. ഞങ്ങൾ വളരെ നേരത്തെ തന്നെ റെഡിയായി അബിയുടെ വീട്ടിലെത്തി. പക്ഷേ ഇവിടെ ആരും റെഡിയൊന്നും ആയിട്ടുണ്ടായില്ല കേട്ടോ. പക്ഷേ എൻ്റെ ഡ്രസ്സൊക്കെ എങ്ങനെയുണ്ട് കമൻറ്റ് ചെയ്യുക പ്ലീസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലീസ് കമൻറ്റ് ബില്ലോ. ആൻഡ് ഞങ്ങൾ അവളെ കാണാനുള്ള എക്സൈറ്റ്മെൻറ്റിലാണ് വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തിയേക്കുന്നത്. അവളുടെ മേക്കപ്പൊക്കെ കഴിഞ്ഞ ആൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മുല്ലപ്പൂ കൊണ്ട് തരാൻ വരികയാണ്. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നല്ല ഭംഗിയില്ലേ? അബിനെ മേക്കപ്പ് ചെയ്തത് നമ്മുടെ ഇരിഞ്ഞാലക്കുടയുള്ള മേക്ക് ഓവർ ബൈ നിത ഭദ്രമാണ്. പിന്നെ അതുപോലെ അവളുടെ ബ്ലൗസൊക്കെ അബി തന്നെയാട്ടോ ഡിസൈൻ ചെയ്തത്. അത് കഴിഞ്ഞ് ഞങ്ങൾ 3 പേരും ആ ഫ്രഷ് ലുക്കിൽ തന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നിങ്ങൾക്കറിയാം ഗൈസ്, ഞങ്ങൾ 10 വർഷത്തെ ഫ്രണ്ട്ഷിപ്പാണ്. ആൻഡ് പിന്നെ സച്ചി വന്നു. സച്ചിയുടെ കൂടെ ഞാൻ വേഗം കുറച്ച് ഫോട്ടോസ് എടുത്തുട്ടോ, അല്ലെങ്കിൽ എനിക്ക് ഈ ജന്മത്തെ ഫോട്ടോസ് കിട്ടില്ല. അവനൊക്കെ ഫോട്ടോ എടുക്കാൻ വരാൻ പറഞ്ഞാൽ കൈയും കാലൊക്കെ പിടിക്കണം. ഞങ്ങളൊരു ബ്ലൂ കോമ്പിനേഷനാണ് ഉദ്ദേശിച്ചത്, പക്ഷെ അവൻ ആ കളർ ഷർട്ട് കിട്ടിയില്ല. ഇറ്റ്സ് ഓക്കെ. നെക്സ്റ്റ് ഇതാ നമ്മൾ ദക്ഷിണ കൊടുക്കൽ ചടങ്ങിലേക്കാണ് വരുന്നത്. എനിക്ക് തോന്നുന്നു ഈ കല്യാണം കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ മനസ്സിലാവും, നമുക്ക് ഈ ദക്ഷിണ കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു വിഷമമുണ്ട്. എൻ്റെ പൊന്നെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മുടെ മനസ്സൊക്കെ കിടന്ന് അങ്ങ് വിങ്ങും അല്ലേ, പാരൻസിന് ദക്ഷിണയൊക്കെ കൊടുത്ത് അനുഗ്രഹം വാങ്ങിക്കുമ്പോൾ. അതാ അബി ഓൾമോസ്റ്റ് കരഞ്ഞ് തുടങ്ങി ഇപ്പോഴേ. ഓക്കെ, നമ്മുടെ മുഹൂർത്തം വരുന്നത് 10-നും 11 മണിക്കും ഇടയ്ക്കാണ്. യദുചേട്ടൻ ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് വന്നത്. മുഹൂർത്തത്തിന് 15 മിനിറ്റ് മുമ്പ് ആളെത്തിയത്. സോ നമുക്ക് ബ്രൈഡ് എൻട്രി കാണാം. വെച്ചിട്ടായിരുന്നു നടത്തിയിരുന്നത്. പിന്നെ തലേദിവസം വരെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. പക്ഷെ എന്തോ ഭാഗ്യത്തിനും അവരുടെ പ്രാർത്ഥന കൊണ്ടും നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടും മഴയൊന്നും പെയ്തേയില്ല. പിന്നെ അച്ഛൻ കൈ പിടിച്ച് ഏൽപ്പിക്കുവാണ് യദുചേട്ടനെ അവളെ. ഈ മൊമെൻറ്റിൽ ഞങ്ങളിവിടെ കരയുമായിരുന്നു കേട്ടോ, സ്റ്റേജിൻ്റെ താഴെ നിന്ന്. എന്താണെന്നറിയില്ല, ഭയങ്കര വിഷമം നമുക്കത് കണ്ടപ്പോൾ. അതെന്താണോ, അവൾക്കും സങ്കടമൊക്കെ വരുന്നുണ്ട്. അത് കണ്ടിട്ടായിരിക്കും നമുക്കും വിഷമം. പിന്നെ യദുചേട്ടൻ്റെ കൂടെയാണല്ലോ അവൾ പോകുന്നത്, അതിൻ്റെ ഒരു സന്തോഷം നമുക്കുണ്ട്. അച്ഛനൊക്കെ കരയുവാണ്. പിന്നെ നമുക്ക് നേരമില്ല, മുഹൂർത്തം ആയി ഓൾമോസ്റ്റ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ കെട്ടിലേക്ക് കടന്നു ഗൈസ്. കെട്ട് കഴിഞ്ഞു. ലുക്ക് അറ്റ് ഹെയർ, എന്ത് ഭംഗിയാണെന്ന് നോക്കി കാണാനായിട്ട്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് അവളുടെ മേക്കപ്പ്. ലൈറ്റിൽ കാണാൻ എന്ത് സുന്ദരിയായിരുന്നു എന്നറിയോ, അടിപൊളിയായിരുന്നു കാണാൻ. പിന്നെ ഇതാ നെക്സ്റ്റ് ബൊക്കേറ്റ് എക്സ്ചേഞ്ച് ആണ്. നമ്മൾ ബൊക്കെയൊക്കെ ഇതാ, ഇത് അബിയുടെ ചിറ്റയും ആൻറ്റിയും ആൻറ്റിയുടെ മോളുമാണ്. അപ്പോൾ ആൻറ്റിയുടെ മോളാണ് അവർക്ക് ബൊക്കെ കൊടുത്തത്, നന്നു.
കിച്ച് പരിങ്ങോട്ട് മരിയക്ക് കഴിച്ചോ? അപ്പോൾ കെട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞാൻ ഇവിടെ അടുത്തൊരു വീട്ടിൽ വന്നു കേട്ടോ. ഇനി വെള്ളം തളിച്ചിട്ട് പോയി. അപ്പോൾ ഭയങ്കര വെയിൽ. ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു. മഴ പെയ്യില്ലേ എന്ന് പ്രാർത്ഥിച്ച് ഭയങ്കര വെയിലായിപ്പോയി ഇന്ന്. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് റിസപ്ഷൻ ആണുള്ളത്. റിസപ്ഷൻ ഒരു 3 മണിക്ക് ആകുമ്പോൾ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകുന്നു തോന്നുന്നു. അങ്ങനെ അപ്പം അത്രയുള്ള റിസപ്ഷൻ കല്യാണൊക്കെ എങ്ങനെയുണ്ടായി? കെട്ടൊക്കെ കഴിഞ്ഞു. എങ്ങനെയുണ്ടായി കല്യാണം? കുഞ്ഞു കല്യാണം എങ്ങനെയുണ്ടായി? രജിയുടെ കല്യാണം എങ്ങനെയുണ്ടായി? ഇന്നത്തെ പാട്ടിട്ട് നമ്മുടെ എഡിറ്റ് ചെയ്ത പാട്ട്. ഞങ്ങൾ കല്യാണത്തിന് കളിക്കാൻ വെച്ചിരുന്ന ഡാൻസുകളൊക്കെയാണിത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമുക്കത് കളിക്കാൻ പറ്റിയില്ല. ബിക്കോസ് അവർ ഒന്നാമത് കെട്ട് കഴിഞ്ഞപ്പോൾ ഒരുപാട് ലേറ്റായി. പിന്നെ അവർക്ക് 1:45 ചേട്ടൻ്റെ വീട്ടിലേക്ക് ഇറങ്ങണം. അപ്പോൾ ഫോട്ടോസൊക്കെ എടുത്ത് വരുമ്പോൾ ഡാൻസും കൂടെ ആകുമ്പോൾ കുറേയും ലേറ്റ് ആവും. അതുകൊണ്ട് ഞങ്ങൾ കളിച്ചില്ല. പക്ഷേ ഞങ്ങൾ അടുത്ത വീട്ടിൽ പോയി എൻജോയ് ചെയ്തു. എല്ലാവരും കൂടെ ഡാൻസൊക്കെ കളിച്ച് പാട്ടൊക്കെ പാടി അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മളൊരിക്കലും മറക്കാത്തൊരു ഡേ ആണ് ഞങ്ങൾക്ക്. ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയ ദിവസം, അതുപോലെ പഴയ ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ പറ്റിയ ദിവസം, അവളുടെ ലൈഫിൽ ഏറ്റവും വലിയ ഡേ. അത് അവൾക്കും സന്തോഷമാണ്, ഞങ്ങൾക്കും സന്തോഷമല്ലേ. സോ എല്ലാം കൊണ്ടും ഞങ്ങൾ അടിച്ച് പൊളിച്ചു. അപ്പം നമ്മുടെ കല്യാണം ഏകദേശം വെഡ്ഡിങ് സെക്ഷൻ, അതായത് പെണ്ണിൻ്റെ വീട്ടിലെ പരിപാടികളൊക്കെ ഏകദേശം തീരാറായി. അവർ ഏകദേശം 1:45 തന്നെ അവർ കൃത്യമായിട്ട്, അവർക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട മുഹൂർത്തമൊക്കെ ഉണ്ടല്ലോ, ആ സമയമായപ്പോഴേക്കും അവർ ഇറങ്ങി. അവിനെ സംബന്ധിച്ച് അവളുടെ വീട്ടിലെല്ലാവരും ഒരു ചെറിയ കുട്ടീനെ പോലെയാണ് കാണുന്നത്. ചിറ്റയായാലും ആൻറ്റി ആയാലും അച്ഛനായാലും അമ്മയായാലും ഭയങ്കര കൊഞ്ചിച്ച് കൊണ്ട് നടക്കുന്ന ഒരു കുട്ടിയാണ്. അവർക്കൊക്കെ ഉൾക്കൊള്ളാൻ ഭയങ്കര സങ്കടമായിരിക്കും അവൾ പോകുന്നത്. കരഞ്ഞ് പിരിഞ്ഞ് വിഷമിച്ചൊക്കെ ഞങ്ങൾ അവളെ ഇരിഞ്ഞാലക്കുടയിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുകയാണ്. Don't do. ടച്ച് ചെയ്തേക്ക്. എൻ്റെ ഇതിൽ കുറച്ച് നേരം കയറിയിരിക്കാറുണ്ട് വണ്ടിക്കകത്ത്. ടാറ്റോ കൊടുക്കും ഇപ്പം അമ്മ ടാറ്റോ കൊടുക്കും. അബി പറയാ, എന്നെ കുറിച്ച് 2 വാക്ക് പറ. എൻ്റെ +2 ഫ്രണ്ട്സ് ആണിത്. ലൈഫിലോ ഓക്കെ ഗൈസ്, ബൈ ബൈ. എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങൾ റിസപ്ഷനുമായിട്ട്? അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ എല്ലാവരും അമ്മൂമ്മയുടെ വീട്ടിലെത്തി. സച്ചിൻ ഫ്രണ്ട്സ് എല്ലാവരും തിരിച്ച് എറണാകുളം പോവുകയാണ്. അവർക്ക് നാളെ ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ബിസി ആയതുകൊണ്ട് അവർ റിസപ്ഷന് വരുന്നില്ല. പിന്നെ പോവുകയാണ്. പിന്നെ രജിയും മെക്കും ഒക്കെ പോവുകയാണ്. അവരൊന്നും റിസപ്ഷന് വരുന്നില്ല. ഞാനും ചക്കരയും കുഞ്ഞിയും ദേവട്ടി മാത്രമാണ് പോകുന്നത്. അപ്പം ഞങ്ങൾക്ക് പെട്ടെന്ന് റെഡിയായി പെട്ടെന്ന് തന്നെ പോകണം. 3 മണിക്ക് ആകുമ്പോഴേക്കും അവർ പോവും. അപ്പം ഞങ്ങൾ റെഡിയായി. ഒരേപോലത്തെ ഗ്രീൻ കളർ ഗൗണൊക്കെ ആട്ടോ ഇട്ടിരുന്നത്. സോ വണ്ടിയിൽ ഞങ്ങൾ അടിച്ച് പൊളിച്ച് ഡാൻസൊക്കെ കളിച്ചാണ് പോയത്.
അവിടെ ഹാളിൽ എത്തിയപ്പോഴേക്കും അബിയും യദുചേട്ടനും എത്തിയിട്ടേ ഉള്ളൂ. ഞങ്ങളും വളരെ നേരത്തെ തന്നെയാണ് എത്തിയിരിക്കുന്നത്. ഇത് അബിയുടെ ചിറ്റയും പാപ്പനും ആണ്. അവർ രണ്ടുപേരും എപ്പോഴും ഒരേപോലത്തെ മാച്ചിങ് ഡ്രസ്സസ് ആട്ടോ എന്ത് ഫങ്ഷനും ഇടുകയുള്ളൂ. പിന്നെ ഇതാ ഇവരുടെ കുറേ കപ്പിൾ ഫോട്ടോസൊക്കെ എടുക്കുന്നത് കണ്ടു. നല്ല ഭംഗിയില്ലേ രണ്ടുപേരെയും കാണാൻ. സൂപ്പറായിട്ടുണ്ടായിരുന്നു. മേക്കപ്പും ഇത് ചേച്ചി തന്നെയാണ് ചെയ്തേക്കുന്നത് അവളുടെ. എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ ആൾ ഞങ്ങളെ കണ്ട സന്തോഷത്തിൽ മനസ്സ് നിറഞ്ഞ് ചിരിക്കുകയാണ് അവൾ. അങ്ങനെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് പിന്നെ നെക്സ്റ്റ് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ കയറി. ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് പോവുകയാണ്. എനിക്കതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, തീരെ വയ്യായിരുന്നു. എങ്കിലും ഞങ്ങൾ അവസാനത്തെ ഡാൻസൊക്കെ കളിച്ചടിച്ച് പൊളിച്ചാണ് ഗൈസ് പോകുന്നത്. ഡാൻസും പാട്ടൊക്കെ പാടി ഞങ്ങൾ അബിയുടെ കല്യാണം അടിച്ച് പൊളിച്ച് ഗൈസ്. എനിവേ വിഷിങ് യു എ ഹാപ്പി മാരീഡ് ലൈഫ് അബി. വി ഓൾ ലവ് യു സോ മച്ച്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഞങ്ങളുടെ വീഡിയോ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബൈ ബൈ.